ഇന്ന് ഞാൻ വട്ടത്തിൽ തേഞ്ഞൊരു ദിവസമാണ് ഗൈസ്. എന്താണെന്നറിഞ്ഞൂടാ, ആരെ കണി കൊണ്ടുകൊണ്ട് ഇറങ്ങിയെന്നും എനിക്കറിഞ്ഞൂടാ. എല്ലാം ചെന്ന് പെടുന്നത് അബദ്ധത്തിലാണ്. അബദ്ധം മാത്രമല്ല, ഇന്ന് ചെറുതായിട്ടൊന്ന് ലേറ്റായാണ് ഇറങ്ങിയത്. എന്ത് ചെയ്യാനാ? അത് കാരണം ബസ്സിൽ കയറി അപ്പുറത്തെ സീറ്റിൽ വെയിലാണെന്ന് പറഞ്ഞിരുന്ന ഞാൻ ഇപ്പുറത്തെ സീറ്റിലും വെയിലടിച്ച് ഇതായിരിപ്പുണ്ട്. വേറെ വല്ല കാര്യം ഉണ്ടായിരുന്നു? അബദ്ധങ്ങൾ മാത്രം പറ്റുന്ന അടുത്ത അബദ്ധം. ബസ് സ്റ്റാൻഡിൽ പോയി, ഇക്ബാൽ കോളേജ് ബസ് പോയി. നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. ഇനി എങ്ങനെ 3 ബസ് കയറി പോകണം. 3 ബസ്സിൽ കയറി പോകണത് ആലോചിച്ച് നിൽക്കുന്ന നിപ്പാണ് ഗൈസ്. ഇത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടാ. അങ്ങനെ എനിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയ കൂട്ടുകാരി ഇക്ബാൽ കോളേജിലെ തന്നെയാണ്. അവൾ അവിടെ വരെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് സമാധാനം സംസാരിച്ചിരിക്കാനും ഒരു കൂട്ടായി. അവനും കൊമേഴ്സ് ആയിരുന്നു, ബട്ട് ബികോം. ദെൻ ഈ ബസ്സൊക്കെ കയറി പോയപ്പോഴാണ് ഈ സാധനത്തിൻ്റെ കോളേജിൽ കണ്ടത്. അയ്യോ, ഇത് ഇനി കാല് വയ്യാത്തത് ഞാൻ നൈസാ ഒന്ന് വീഡിയോ എടുത്തതാണ്. കാല് വയ്യെന്ന് അവൾ തെളിയിച്ചു. ക്ലാസ്സിൽ പോയി നേരെ നമ്മൾ നുണ പറച്ചിൽ തുടങ്ങി. പുതിയ കുട്ടികളൊക്കെ വന്നു, അങ്ങനെയാണ് നുണ പറച്ചിലായിരുന്നു അങ്ങോട്ട്. അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ട കുട്ടിയുടെ കുറച്ച് ലിപ്സ്റ്റിക്ക് പല്ലിലായി തുടയ്ക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്ത് ചെയ്യാനല്ലേ, ഓരോരോ അവളുടെ ലാസ്റ്റ് ആ ക്യൂട്ട് ചിരി. വാവ്. അത് കഴിഞ്ഞ് നമുക്ക് മീഡിയ സ്റ്റഡീസിൽ ന്യൂസ് എല്ലാം വായിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. നോക്കിക്കൊണ്ട് വരണേ, നമുക്ക് എന്തായാലും പത്രവായ്പില്ലാത്തതുകൊണ്ട് ഫോൺ നോക്കി 5-6 ന്യൂസൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ അടുത്ത മിസ്സ് വന്നു, നമുക്ക് എക്കണോമിക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻ പിപ്പിച്ചു. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഞങ്ങൾ എങ്ങനെ ആൻസർ ചെയ്തു? ഗൂഗിൾ. ദെൻ സീനിയേഴ്സിൻ്റെ അടുത്ത് പോയി നമ്മൾ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ട് വന്നു. ഞാനിത് വ്ളോഗിലിടുമെന്ന് പറഞ്ഞപ്പോൾ നൈസാ ഒന്ന് വായിൽ വന്നതാണ്, ഞാനൊന്നും പറയണില്ല. അടുത്ത സാറ് വന്നു. സാറ് വന്നിട്ട് പത്രം തന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് എഴുതാൻ പറഞ്ഞു. അത് നമ്മൾ എഴുതി തളർന്ന് ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടാ. അടുത്ത പീരീഡ് സാറ് വന്നു, ലൈബ്രറിയിലോട്ട് കൊണ്ടുപോയി. ലൈബ്രറി സന്ദർശനത്തിനാണ്. പിന്നെ ഈ ലൈബ്രറിയിൽ എന്ത് സന്ദർശനം? നമ്മൾ പോയി കഴിഞ്ഞാൽ സൈലൻസിനെ വയലൻസ് ആക്കുന്ന പരിപാടിയാണ് നമ്മളത്. അവിടെ പോയി സൈലൻസ് എന്ന് എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്നു. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. അവിടെ പോയി എല്ലാം നമ്മൾ ചിലപ്പറകളായിരുന്നു. എവിടെ പോയാലും ചിലപ്പറകളാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മളെല്ലാവരും. ഒരാളിന്ന് വന്നില്ല ഗൈസ്, അതിൻ്റെ ഒരു സങ്കടമുണ്ട്. നാളെ വരുമായിരിക്കും. ഞങ്ങളങ്ങനെ ഒരു മാഗസീനൊക്കെ എടുത്ത് വായിച്ച് പിന്നെ അത് ബോറടിച്ചപ്പോൾ ലൈവ് ഇട്ടു. ദെൻ ഞങ്ങൾ ക്ലാസ്സിലോട്ട് പോയപ്പോൾ ഈ ഒരു വ്യൂ കണ്ടു. ഐ ലൈക്ക് ഇറ്റ് ദാറ്റ്. ഇത്രയും നല്ലൊരു വ്യൂ മാത്രമല്ല, നൈസ് കാറ്റും തണുപ്പും, ഇതെല്ലാം ഞാൻ വീഡിയോയിലെടുത്തു. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് സ്റ്റോറിലോട്ട് പോയി. അങ്ങനെ എല്ലാവരും ലോലിപോപ്പ് കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് മാത്രം വെറൈറ്റി ഡയറി മിൽക്ക്. എനിക്ക് ഈ ചുന്ദരിയാണ് വാങ്ങിച്ചു തന്നത്. ഞങ്ങളങ്ങനെ സ്കൂൾ വിട്ടിറങ്ങിയപ്പോൾ കോളേജ് വിട്ടിറങ്ങിയപ്പോൾ എനിക്ക് ഇവനെ ക്യൂട്ടായിട്ട് കിട്ടി. പിന്നെ നമ്മളവിടെ ബസ് കാത്തിരിക്കുകയാണ്. ബസ്സിലാണെങ്കിൽ 2 എന്നെ വിടുന്നില്ല ഗൈസ്. അടുത്ത ബസ്സിൽ പോവാം. ഞാൻ പറഞ്ഞു ഈ ബസ്സിൽ